AK കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അതിനാവശ്യമായ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അത് ഞാനൊരു അരിപ്പ പാത്രത്തിൽ വെള്ളം പാകാനായിട്ട് മാറ്റി വെച്ചതാണ്. ഇനി അതൊരു കുക്കറിലേക്ക് ഇടാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി സാദാ മുളക് കൂടെ പൊടിച്ചതാണ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. ഇനി അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഉള്ളി, പച്ചമുളക്, തക്കാളി, മസാല, ഇഞ്ചി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില. പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു ബ്രൗൺ കളർ വരെ ഇളക്കി കൊടുക്കുക. ഞാൻ ചെറിയ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഈ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇതൊരു ബ്രൗൺ കളർ വരെ ഇളക്കി കൊടുക്കുക. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളകും ഇട്ട് കൊടുത്ത് ഇതൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. മസാല കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിത് എരിയൊക്കെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ഇറച്ചിയിൽ മസാലകൾ ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളിതിൽ മസാല ചേർക്കാറുള്ളൂ. കുറച്ച് ഉപ്പ്, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 സ്പൂണ്, മീറ്റ് മസാല 1/2 സ്പൂൺ, മുക്കാൽ സ്പൂൺ മുളക് പൊടി,
1 സ്പൂൺ ഗരം മസാല, തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലപോലെ തക്കാളി നല്ലപോലെ ഇതിൽ കിടന്ന് വേവണം. ഒന്ന് വാടി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ എണ്ണ കിടന്ന് ഫ്രൈ ആയി വരണം. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാനിതിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്പുകൾ കൂടി ഇടുന്നുണ്ട്. അതെല്ലാവരും വാച്ച് ചെയ്യണം. ഇപ്പോൾ ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മൾ ഫ്രൈക്കൊക്കെ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുക. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ കാണാം.